TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് പട്ടികയും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണവും ചോർന്നതിൽ അന്വേഷണം. ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ DIG അന്വേഷിക്കും. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചത് എങ്ങനെയെന്ന് ഒരു മാസത്തിനകം കണ്ടെത്താൻ നിർദ്ദേശം. ശിക്ഷാ ഇളവ് നീക്കം വാർത്തയായതോടെ സർക്കാർ തിരുത്തിയിരുന്നു. വിശദാംശങ്ങൾ VS അനുരാഗ് നൽകും. അനുരാഗ്, എത്തരത്തിലായിരിക്കും അന്വേഷണം? TP കേസ് കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വലിയ രീതിയിൽ ചോർന്നതോടെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. സർക്കാരിനെതിരെ വലിയ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഈ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. ശിക്ഷാ ഇളവ് പട്ടികയും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണവും ചോർന്നതിലാണ് അന്വേഷണം നടക്കുക. ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ DIG അന്വേഷിക്കും. പോലീസിൽ നിന്നാണോ ചോർന്നത്, ഈ വാർത്ത ചോർന്നത് എന്നുള്ള കാര്യം കണ്ണൂർ DIGയും അന്വേഷിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് ഒരു മാസത്തിനകം കണ്ടെത്താനാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷാ ഇളവ് നീക്കം വാർത്തയായതോടെ സർക്കാർ ഈ ഉത്തരവ് തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിലുള്ളത്. നേരത്തെ ഈ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിനൊക്കെയും സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ ബാധിച്ച ഈ സംഭവം ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, VS അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.